BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootal Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. തൊടുപുഴയിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുതിയ മാറ്റവുമായി മഹാറാണിയുടെ തൊടുപുഴയിലെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാറാണി ടെക്സ്റ്റൈൽസ് ഹൈപ്പർ മാർക്കറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, IMA റോഡ്, തൊടുപുഴ. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ഹോട്ടൽ മാനേജ്മെന്റ് പഠന മേഖലയിൽ സജീവ സാന്നിധ്യമായ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ടെമ്പിൾ, തൊടുപുഴ. അരുണാപുരം, പാലാ. PP ജോസ് റോഡ്, ചങ്ങനാശ്ശേരി. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. നെല്ലിവേലിൽ കർട്ടൻ ആൻഡ് ഫർണിഷിംഗ്, മുണ്ടമറ്റം പമ്പിന് സമീപം, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഫോൺ 9961055419. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നേതൃത്വം നൽകുന്ന യൂത്ത് മാർച്ചിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി.
വർഗീയത അടിച്ചേൽപ്പിക്കുന്ന സംഘപരിവാർ നിലപാടുകൾക്കെതിരെയും കേരളത്തിലെ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചും CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ ടാറിംഗ് മെറ്റീരിയൽസ് ഇറക്കുന്നതിന്റെ പേരിലും കൂലിത്തർക്കം. തൊഴിലാളികൾ അമിത കൂലി ചോദിച്ചപ്പോൾ അധികൃതർ പ്രശ്നപരിഹാരം കാണാതെ സ്ഥലം വിട്ടതായും ആക്ഷേപം. SNDP യോഗം മേഖലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച തൊടുപുഴയിൽ കരിയർ പ്ലാനിംഗ് ആൻഡ് കൗൺസിലിംഗ് സംഘടിപ്പിക്കും. Today is my day. Polywootel Silks, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായാണ് ജാഥ ക്യാപ്റ്റൻ ഡീൻ കുര്യാക്കോസിനെ സ്വീകരിച്ചത്. ഡീൻ കുര്യാക്കോസ് മറുപടി പ്രസംഗം നടത്തി. മെയ് മാസം 1-ാം തീയതി കാസർഗോഡ് ബദിയിടുക്കയിൽ നിന്നും വർഗീയതയ്ക്കെതിരെ നാടുണർത്താൻ, ഭരണ തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്താൻ എന്ന കാലിക പ്രസക്തിയുള്ള മുദ്രാവാക്യവുമായി പുറപ്പെട്ട യൂത്ത് മാർച്ച് 87 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കി 8ാമത്തെ ജില്ലയായ എറണാകുളത്തെയും പര്യടനം പൂർത്തിയാക്കി 9ാമത്തെ ജില്ലയിൽ ഈ തൊടുപുഴയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളീയ യുവത്വത്തെ ഉണർത്തി 2 ഗവൺമെന്റുകൾക്കെതിരെയുള്ള സമര പോരാട്ടമായിട്ടാണ് ഈ ജാഥ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു വ്യത്യസ്തതയാണ്, ഇതൊരു സമരജാഥയാണ്. ഇവിടെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. 25-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപരോധ സമരമായിട്ടാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ യാത്രയെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ച തൊടുപുഴയിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ, നേതാക്കളെ, യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ എല്ലാം മെയ് മാസം 25-ാം തീയതി ഇടതുപക്ഷ സർക്കാരിന്റെ 1ാം വാർഷിക ദിനത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ആ വലിയ പ്രതിഷേധ സമരത്തിലേക്ക് കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2 ഗവൺമെന്റുകളും അക്ഷരാർത്ഥത്തിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. പരസ്പരം പോരടിച്ചും പരസ്പരം പ്രകോപിപ്പിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചും ഒത്തുതീർപ്പിന്റെയും ഒത്തുകളിയുടെയും അഡ്ജസ്റ്റ്മെന്റിന്റെയും രാഷ്ട്രീയമായി BJP-യും CPIM-ഉം മുൻപോട്ട് പോകുമ്പോൾ നരകയാതന അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളെ സാക്ഷി നിർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പോരാട്ടം ആരംഭിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന്റെ സ്വീകരണ യോഗത്തിൽ മുൻ MLA AP അബ്ദുള്ളക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച് തന്റെ ജീവൻ വെടിയുമ്പോൾ ചൂട്ടിൽ തത്തിക്കളിച്ച മന്ത്രം ഹരേ രാം എന്ന മന്ത്രങ്ങളാണ്. അതേ സന്ദർഭത്തിൽ നമ്മൾ മറുവശത്ത് കണ്ടു, ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ ചുണ്ടിൽ തത്തിക്കളിച്ചത് ഹരേ രാം മന്ത്രങ്ങളാണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചറിയണം, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ രാമഭക്തിയുടെ പാരമ്പര്യം മഹാത്മാഗാന്ധിയുടേതാണ്. ഈ ഗോഡ്സെയുടെ അനുയായികൾക്കല്ല, ഈ RSS-നല്ല, BJP-ക്കല്ല എന്ന ആ മുഹൂർത്തം മുതൽ നാം തിരിച്ചറിയേണ്ട. അതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രം. അതുകൊണ്ട് കണ്ണൂരിലെ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു ഭീകരത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ RSS-ഉം BJP-യും CPM-ഉം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. മിസ്റ്റർ പിണറായി, നിങ്ങൾ അതിനെ ഗൗരവത്തോടു കൂടി കാണുന്നില്ല. നിങ്ങൾ കോടിയേരി അതിനെ ഗൗരവത്തോടു കൂടി കാണുന്നില്ല. നിങ്ങൾ നോക്കൂ, പയ്യന്നൂരിൽ വിജുവിന്റെ തലയെടുത്ത നാട്ടിലാണ് വായരത്ത് പണി ഭാരതത്ത് കൂലി എന്ന് പ്രസംഗിച്ചു സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഈ കോടിയേരിയാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ DYFI മാതൃകാണെന്ന് പറഞ്ഞു. വേണ്ടി വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോണ്ടാക്കും. ഇത് എന്ത് നേതാക്കന്മാർ? മണിയുടെ നാട്ടുകാരോട് 1, 2, 3 നാട്ടിലെ പ്രസംഗം കേട്ട നിങ്ങളോട് ഈ കോടിയേരിനെ കുറിച്ചും പിണറായിനെ കുറിച്ചും ഞാൻ പറയുന്നത് കേട്ടോ, ഇത് ഇവരുടെ
സംസ്കാരമാണ്. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാം ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ നടപടികൾ അവസാന ഘട്ടത്തിൽ. വൈദ്യുതി വിതരണത്തിനുള്ള 90% നടപടികളും പൂർത്തിയായതാണ് വൈദ്യുതി വകുപ്പിന്റെ വിലയിരുത്തൽ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി 9811 വീടുകളിലാണ് ഇത്തവണ വൈദ്യുതി വകുപ്പ് വെളിച്ചമെത്തിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 31-നകം വൈദ്യുതീകരണ ജോലികൾ പൂർത്തീകരിക്കേണ്ടിയിരുന്നെങ്കിലും വനത്തിനുള്ളിലൂടെയുള്ള ലൈൻ വലിക്കലിന് തടസ്സം നേരിട്ടതാണ് വൈദ്യുതീകരണ ജോലികൾ നീണ്ടുപോകാൻ ഇടയാക്കിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി ഇടുക്കിയെ മാറ്റുന്നതിനുള്ള വൈദ്യുതി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. 90% വൈദ്യുതീകരണം പൂർത്തിയായി കഴിഞ്ഞു. മാർച്ച് 31-ന് വൈദ്യുതീകരണം പൂർത്തിയാക്കുന്നതിനാണ് വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല. വനപ്രദേശങ്ങളിലൂടെ വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് വനം വകുപ്പ് തടസ്സം നിന്നതാണ് ഇതിന് പ്രധാന കാരണം. തുടർന്ന് മന്ത്രി എം എം മണി നേരിട്ട് ഇടപെടുകയും തടസ്സങ്ങൾ നീക്കി സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. ഈ മാസം അവസാനത്തോടെ കേരളത്തിലെ മറ്റ് ജില്ലകൾക്കൊപ്പം ഇടുക്കി ജില്ലയെയും സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി പ്രഖ്യാപിക്കുവാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ 9811 വീടുകളിലാണ് വൈദ്യുതി എത്തിക്കേണ്ടത്. ഇടുക്കി മണ്ഡലത്തിൽ 843, തൊടുപുഴയിൽ 658, ഉടുമ്പൻചോലയിൽ 1069, ദേവികുളത്ത് 6113, പീരുമേട്ടിൽ 1131 വീടുകളിലാണ് വൈദ്യുതി എത്തിച്ചു നൽകേണ്ടത്. ഇതിൽ ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ ചിത്തിരപുരം സെക്ഷന് കീഴിലുള്ള പ്രദേശത്തെ ചില വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന നടപടികൾക്ക് ഇപ്പോഴും വനം വകുപ്പ് തടസ്സം നിൽക്കുന്നുണ്ട്. ഈ മേഖലയിലെ കോളനികളിലാണ് വൈദ്യുതി എത്തിക്കുന്നതിന് പ്രതിസന്ധി നേരിടുന്നത്. ഇടുക്കി ജില്ലയിൽ 295 വൈദ്യുതി കണക്ഷൻ ഓഫീസുകളാണുള്ളത്. വണ്ടൻമേട്, അണക്കര, ചിത്തിരപുരം, രാജകുമാരി തുടങ്ങിയ സെക്ഷനുകളിൽ മികച്ച പ്രവർത്തനം നടന്നതായിട്ടാണ് വൈദ്യുതി വകുപ്പിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജലാശയത്തിൽ 2300.6 അടി വെള്ളം മാത്രം. കഴിഞ്ഞ വർഷത്തേക്കാൾ 12.5 അടി കുറവാണ് ജലവിധാനം. ഇത്രയും വെള്ളം ഉപയോഗിച്ച് 1.4688 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമാണ് സാധിക്കുക. ജൂൺ 30-ന് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രതീക്ഷ. പരിസ്ഥിതി വിദഗ്ധ സംഘം കയ്പ പാറമട സന്ദർശിച്ച് വിവരശേഖരണം നടത്തി. പരിസ്ഥിതി ആഘാത അതോറിറ്റി അംഗങ്ങളായ ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ, ജോൺ മത്തായി, ഡോക്ടർ KG ശ്രീകുമാർ, ഡോക്ടർ ജോർജ് ചാക്കച്ചേരി എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. തൊടുപുഴ PWD ഓഫീസിലെ ടാറിംഗ് മെറ്റീരിയൽസ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂലി തർക്കം. റോഡിന്റെ കുഴികളടയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ടാർ ഒരു ചാക്ക് 50 കിലോയാണ്. ഇത് ഇറക്കുന്നതിന് 30 രൂപ കൂലി ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. വ്യാപാര സ്ഥാപനങ്ങൾ പോലെ രജിസ്റ്റർ ചെയ്യാത്ത വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അംഗീകൃത കൂലി നിർബന്ധിതമല്ലെന്നും തൊഴിലാളികൾ വാദിച്ചു. എല്ലാത്തിനും മൂകസാക്ഷിയായി PWD ഓഫീസിലെ ഉദ്യോഗസ്ഥരും. ഇതിനിടയിൽ ചാർജുള്ള ഉദ്യോഗസ്ഥ പുറത്തു പോകുകയും ചെയ്തു. യൂണിയൻ നേതാവുമായി ബന്ധപ്പെട്ടപ്പോൾ 30 രൂപ കൂലി നൽകാൻ പറയുകയായിരുന്നു. തുടർന്ന് 50 കിലോ ഭാരമുള്ള ചാക്ക് ഒന്നിന് 30 രൂപ തോതിൽ കൂലി നൽകി പ്രശ്നം പരിഹരിച്ചു. രാവിലെ 11 മുതൽ ആരംഭിച്ച കൂലി തർക്കം 1 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ഇതിനിടയിൽ ബന്ധപ്പെട്ട അധികാരികൾ ആരും പ്രശ്നപരിഹാരത്തിനായി ശ്രമിച്ചില്ല എന്നത് സംശയാസ്പദമാണ്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്രദേശിയായി കാറ്റാടിക്കടവ് മാറുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിക്കടവിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 820 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിക്കടവ് സഞ്ചാരികളുടെ ഇഷ്ടപരദേശിയായി മാറുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ 5-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടിക്കടവ് സഞ്ചാരികൾക്ക് ഒരു പുത്തൻ നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത്. അടുത്ത കാലത്ത് വരെ അറിയപ്പെടാതിരുന്ന കാറ്റാടിക്കടവിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്ക് ഗണ്യമായി വർദ്ധിച്ചു വരികയാണ്. സദാസമയം കാറ്റ് വീശുന്ന ഈ പ്രദേശം ഒരു ഇരട്ട വ്യൂ പോയിന്റ് കൂടിയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. സാധാരണ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടേക്ക് കൂടുതലായും എത്തുന്നത്. തുമ്പികളും ചിത്രശലഭങ്ങളും അപൂർവ ഇനം തവളകളും ഉൾപ്പെടെ നിരവധി ചെറുജീവികളാണ് ഈ പറുദീസയിലെ താമസക്കാർ. വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ കള്ളിപ്പാറയിൽ നിന്നും ജീപ്പിലും കാൽനടയായും ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. ഇവിടെ നിന്നാൽ എറണാകുളം, തുമ്മൻകുത്ത്, വണ്ണപ്പുറം, വീണുളിയമ്പാറ എന്നീ സ്ഥലങ്ങളുടെ വിദൂര ദൃശ്യവും കാണാൻ സാധിക്കും. അധികം താമസിയാതെ തന്നെ ഇടുക്കിയിലെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി കാറ്റാടിക്കടവ് മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
കാറ്റാടിക്കടവ് എന്ന് പറയുന്ന വണ്ണപ്പുറം പഞ്ചായത്തിന്റെ 5ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. പിന്നെ ഇതിനകത്തുള്ള യാത്രാ സൗകര്യമാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും കുറവായിട്ട് ഇവിടെ ഉള്ളത്. താഴെ നിങ്ങോട്ടുള്ള വാഹന സൗകര്യം വളരെ കുറവാണ്. ഇപ്പം വരുന്ന ആളുകൾക്ക് അത്യാവശ്യക്കാരെ കൊണ്ടാണ് നമ്മൾ തന്നെ ഇവിടുന്ന് വാഹനമായിട്ട് പോയി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനുള്ള യാത്രാ സൗകര്യത്തിനെ പറ്റി പഞ്ചായത്ത് അധികാരികളും അതുപോലെ DTPC പോലുള്ള ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഒക്കെ ഇടപെട്ട് ഒരു യാത്രാ സൗകര്യം അടിസ്ഥാനപരമായിട്ടുള്ള വേണ്ടിയുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്കൊരു വിശ്രമ കേന്ദ്രം അത്യാവശ്യമാണ്. ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഫാമിലിയായി തന്നെ ഡെയിലി ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 50 ആൾക്കാരെങ്കിലും ഇവിടെ ഡെയിലി വന്ന് പോകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതലക്കുളത്ത് നടക്കുന്ന സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി സന്ദർശനം നടത്തി. ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി. കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. മുൻ സന്തോഷ് ട്രോഫി താരം സലിംകുട്ടിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഭാരതത്തിന് അഭിമാനിക്കാവുന്ന നല്ല നല്ല വ്യക്തിത്വങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കിയ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല സ്പോർട്സുകാരാണ്, അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലും കൂടി നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഓരോ കുഞ്ഞുങ്ങളെയും ഇതിൽ പങ്കെടുക്കാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന മാതാപിതാക്കന്മാരെയും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ അവരെയൊക്കെ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഭാവിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ സ്പോർട്സ് ഇഞ്ചുറി പ്രിവെൻഷനെ കുറിച്ചോ സ്പോർട്സ് ഇഞ്ചുറിയെക്കുറിച്ചോ ഒരു പരിക്ക് പറ്റിയാലോ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളെല്ലാം വേണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വ്യാജ വൈദ്യന്മാർ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. ഔദ്യോഗികമായി നമുക്ക് സർക്കാർ തലത്തിലും സർക്കാർ ഇതര തലത്തിലും നല്ല ഔദ്യോഗികമായ ഡിഗ്രി ഉള്ളതും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സേവനം എങ്ങനെ വളരെ ചെലവില്ലാതെ കിട്ടും എന്നുള്ളതിനുള്ള മാർഗനിർദ്ദേശവും തീർച്ചയായിട്ടും സലിംകുട്ടി സാർ തരുന്നുണ്ട്. ഇപ്പോൾ തൊടുപുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒളിമ്പിക്സ് ഈ പങ്കെടുത്ത ആൾക്കാർ പോലും ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമല്ല, ഈ സൗകര്യങ്ങൾ ഇങ്ങനെയുണ്ട്, ഇവിടെ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ സഹായിച്ചും ഇതുപോലുള്ള ക്യാമ്പുകളും സലിംകുട്ടി സാറിനെ പോലുള്ള ഇവിടെ ആൾക്കാരുമാണ്. SNDP യോഗം മേഖലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഘം കേന്ദ്ര സമിതി പ്രസിഡന്റ് KP കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു. ഒരു ദൈവമോ മനുഷ്യനോ എന്നുള്ള ഒരു തത്വത്തിന്റെ ഇതിലാണ് ഇരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു ഉത്തരം കിട്ടും. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ ഗുരു എഴുതിയതല്ലത്, ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതിനകത്ത് ഗുരു പറയുന്നുണ്ട് പിതൃയജ്ഞം, ഭൂതയജ്ഞം, മാനുഷിക യജ്ഞം, ദൈവയജ്ഞം, ബ്രഹ്മയജ്ഞം. അപ്പൊ ദേവീദേവന്മാരെ അപ്പുറത്തിരിക്കുന്ന ദേവീദേവന്മാരെ പൂജിക്കുന്ന പോലെ അല്ല ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്. ശ്രീനാരായണ ഗുരുവിന്റെ വേദങ്ങൾ പഠിപ്പിക്കുക, അത് ജപം, പഠനം, പാഠനം, അതിന് ഇതായിട്ടുള്ള ഒരു ബുക്കാണ് നമ്മൾ ശ്രീനാരായണ ലീലാമൃതം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തന്നത്. അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആരോടും ഒരു വിരോധവും വേണ്ട, ആരോടും വഴക്കിടാനും പോകണ്ട, അറിയാനും അറിയിക്കാനാണ് ആ ബുക്ക്. അത് ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായി ശ്രീനാരായണയിൽ എങ്ങനെ ജീവിക്കണം, ഗുരുവിൻ്റെ ആ കൃതി ശ്രീനാരായണ ലീലാമൃതത്തിൽ ഗുരുവിൻ്റെ എല്ലാ കൃതികളും പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു റെഫറൻസ് ബുക്കായിട്ടാണ് അത് തന്നിരിക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S പ്രവീൺ, യൂണിയൻ സെക്രട്ടറി PS സിനിമോൻ, വനിതാ സംഘം കേന്ദ്ര സമിതി സെക്രട്ടറി സംഗീത വിശ്വനാഥൻ, യോഗം കൌൺസിലർ ഷാജി കല്ലറയിൽ എന്നിവർ പ്രസംഗിച്ചു. മത്സര വിജയികൾക്ക് പ്രീതി നടേശൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 19 വെള്ളിയാഴ്ച തൊടുപുഴയിൽ കരിയർ പ്ലാനിംഗ് ആൻഡ് കൌൺസിലിംഗ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30
തൊടുപുഴ ഹൈറേഞ്ച് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മുനിസിപ്പൽ കൌൺസിലർ ബിന്ദു പത്മകുമാർ ഉദ്ഘാടനം ചെയ്യും. SSLC, +2, ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി ഉപരിപഠനത്തിനുള്ള വിവിധ സാധ്യതകളെക്കുറിച്ച് കരിയർ കൌൺസിലർ സെബാസ്റ്റ്യൻ ആന്റണി കരിയർ പ്ലാനിംഗ് കൊടുക്കും. കരിയർ കൌൺസിലിംഗും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പ്രവേശനം സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ റോയി ലൂക്ക് പുത്തൻകുളം, M. രമേശ്, ടിറ്റോ തോമസ്, ജോർജ്, ബിബിൻ, ജിബിൻ എന്നിവർ പങ്കെടുത്തു. ലോകമെമ്പാടും ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ അനേകം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. തൊടുപുഴയിൽ ഇപ്പോൾ 4 ലയൺസ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലയൺസ് ക്ലബ് തൊടുപുഴ എലൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ മെയ് മാസം 19-ാം തീയതി +2, SSLC, ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് വേണ്ടി ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് ഹൈറേഞ്ച് റെസിഡൻസിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. 19-ാം തീയതി രാവിലെ 10:30 മുതൽ 12 വരെയാണ് ക്ലാസുകൾ നടത്തുന്നത്. ഈ ക്ലാസുകൾ തികച്ചും സൗജന്യമായിരിക്കും. SSLC, +2 പാസ്സായ കുട്ടികൾക്ക് ഭാവിയിൽ എങ്ങനെ വിദ്യാഭ്യാസം നടത്തണം, എന്ത് വിദ്യാഭ്യാസം നടത്തണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവർക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ക്ലാസുകൾ. കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ അനേകം കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. വീണ്ടും മാതാപിതാക്കൾ ഇനിയും ക്ലാസുകൾ നടത്തുന്നുണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ വീണ്ടും ഒരു ക്ലാസ് നടത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിന്റെ ക്ലാസ് നയിക്കുന്നത് ശ്രീ സെബാസ്റ്റ്യൻ ആന്റണിയാണ്. പ്രശസ്ത കരിയർ ഗുരു വെങ്കടരാമന്റെ ശിഷ്യനാണ് അദ്ദേഹം. ഈ കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീമതി ബിന്ദു പത്മകുമാറാണ്. അദ്ദേഹം മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. കൂടാതെ ലയൺസ് ക്ലബ് ലൈറ്റിന്റെ വനിതാ പ്രസിഡന്റ് കൂടിയാണ്. ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് വളരെയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് തന്നെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ചെങ്കുളം മാങ്ങാപ്പാറയിൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാർ നടത്തിവരുന്ന ജനകീയ സമരം തുടരുന്നു. സമരത്തിന് ഐക്യദാർഢ്യവുമായി പ്രദേശത്തെ അംഗൻവാടികളിലെ കുരുന്നുകൾ സമരപന്തലിൽ എത്തി. മദ്യവിൽപ്പനശാല തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. മാങ്ങാപ്പാറയിലെ ജനവാസ മേഖലയിലേക്ക് വിദേശ മദ്യ വിൽപ്പനശാലയുടെ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 ദിവസമായി നടന്നുവരുന്ന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രദേശത്തെ അംഗൻവാടികളിൽ നിന്നും കുരുന്നുകളും എത്തി. മദ്യശാല എത്തുന്നതിനാൽ സമീപത്തുള്ള അംഗൻവാടിയിലേക്ക് കുട്ടികളെ അയക്കുന്നതിന് മാതാപിതാക്കൾ തടസ്സം പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് അംഗൻവാടി ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികളുമായി വന്ന് സമരത്തിൽ പങ്കെടുത്തത്. മദ്യശാല വന്നാൽ കുട്ടികൾക്കും അംഗൻവാടിയിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന സ്ത്രീകൾക്കും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അംഗൻവാടി ടീച്ചർ പറഞ്ഞു. മദ്യശാല ഇവിടേക്ക് മാറ്റുവാനുള്ള നീക്കം അവസാനിപ്പിക്കുന്നതുവരെ തിരുവോരത്തെ ഈ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സമരം തുടങ്ങിയിട്ട് 5 ദിവസമായി. കുട്ടികളെ എൻ്റെ അംഗൻവാടിയിലെ കുട്ടികളാണ് ഇവരെ ഇങ്ങോട്ട് അംഗൻവാടിയിലേക്ക് വിടുന്നില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഇതാണ്. ഇവിടെ ബീവറേജ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പിന്നെ അംഗൻവാടിയിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഇതിലെ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു 3:30 കഴിഞ്ഞാൽ ഞാനിവിടുന്ന് ഒരു 3:30-3:45 ആവും പോകുമ്പോൾ അന്നേരം ഇതിലെ വഴി നടന്നു പോകാൻ ഭയങ്കര പ്രയാസമാണ്. ഇതിന് മുന്നോടിയായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഞങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്ന സർക്കാർ നീതി പാലിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് ചെങ്കുളം ശരിയാമ്പാറ മാങ്ങാപ്പാറ റോഡാണ്. ഈ റോഡിന് ആകെ 6 അടി വീതി മാത്രമേ ഉള്ളൂ. ഇതിലെ 2 സൈഡിലും വാഹനങ്ങൾ വന്ന് നിരക്കുകയും മദ്യപാനം ഇതിൽ ഇറങ്ങി നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ ജീവന് സുരക്ഷയില്ലെന്ന് മാത്രമല്ല ഇവിടുത്തെ അംഗനവാടിയിൽ പോകുന്ന പിള്ളേരുടെ ജീവന് സുരക്ഷയില്ല. വഴിയരികിൽ അടുപ്പ് പൂട്ടി കഞ്ഞി വെച്ച് കുടിച്ചും പന്തലിൽ നിന്നും മാറാതെയാണ് പ്രദേശവാസികളുടെ സത്യാഗ്രഹ സമരം ശക്തമായി തുടരുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് സമരരംഗത്തുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കത്തിപ്പാറയ്ക്ക് സമീപമുള്ള വൈദ്യുതി വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ കാട് കയറി നശിക്കുന്നു. കോടികൾ വിലമതിക്കുന്ന സ്വത്താണ് വകുപ്പിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം അനാഥമായി കിടക്കുന്നത്. കല്ലാറുകുട്ടി, കത്തിപ്പാറ മേഖലകളിൽ 170ഓളം ക്വാർട്ടേഴ്സുകളാണ് വൈദ്യുതി വകുപ്പിനുള്ളത്. കല്ലാറുകുട്ടി അണക്കെട്ടിനെ ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്വാർട്ടേഴ്സുകൾ സഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്ന ആവശ്യവും വൈദ്യുതി വകുപ്പ് പരിഗണനയ്ക്കെടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കരിങ്കൽ ഭിത്തി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കാട് കയറിയും ചിതലരിച്ചും നശിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ചിത്തിരപുരം, വാഴത്തോപ്പ്, പാമ്പള, കരിമൺ, വെള്ളത്തൂവ് തുടങ്ങിയ മേഖലകളിലായി വൈദ്യുതി വകുപ്പ് പല ഘട്ടത്തിലായി നിർമ്മിച്ചിരിക്കുന്ന 100 കണക്കിന് കെട്ടിടങ്ങളുടെ അവസ്ഥയും മറിച്ചല്ല. വെള്ളത്തൂവിലും കല്ലാറുകുട്ടിയിലും അടക്കമുള്ള മേഖലകളിൽ ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കി നാശത്തെ നേരിടുന്ന കെട്ടിടങ്ങൾ നവീകരിച്ച് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയാൽ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ അധികൃതരുടെ കടുത്ത അവഗണനയിൽ കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്ത
ആയിരങ്ങളുടെ നാട്ടിൽ കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൂർണ്ണ നാശത്തെ നേരിടുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീനാരായണ ധർമ്മ വിചാര യജ്ഞത്തിന്റെ മുന്നോടിയായി ശിവഗിരി കെടാവിളക്കിൽ നിന്നും പകർന്നെടുത്ത ദീപപ്രയാണത്തിന് തുടക്കമായി. 19-ന് NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിച്ചതിന് ശേഷം 21-ന് രാവിലെ ദീപം യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കും. ശ്രീനാരായണ വിശ്വാസികൾക്ക് ഗുരുവിന്റെ ദർശനങ്ങളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുന്നതിനും ആത്മീയമായ ഉണർവ് പകർന്നു നൽകുന്നതിനും വേണ്ടിയാണ് SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ NRCTയിൽ വരുന്ന 20-ാം തീയതി മുതൽ ശ്രീനാരായണ ധർമ്മ വിചാരയജ്ഞം നടത്തപ്പെടുന്നത്. ഇതിന്റെ മുന്നോടിയായി ശിവഗിരിയിലെ കെടാവിളക്കിൽ പകർന്ന ദീപം യജ്ഞശാലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാണം ആരംഭിച്ചു. രാജാക്കാട് ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ദീപം കുറിച്ചി ആശ്രമം മഠാധിപതി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ, ക്ഷേത്രം മേൽശാന്തി N. പുരുഷോത്തമൻ ശാന്തികളിൽ നിന്നും ഏറ്റുവാങ്ങി. നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അമ്പടിയോടെയാണ് പ്രയാണം പുറപ്പെട്ടത്. മുല്ലക്കാനം, പന്നിയാറൂട്ടി, ശ്രീനാരായണപുരം, കുഞ്ചിത്തണ്ണി, ശ്രീനാരായണോദയം, ദേശീയം, ഉപ്പാർ, ബൈസൺവാലി എന്നിവിടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് മുട്ടുകാടിൽ സമാപിച്ചു. തുടർന്ന് രാജകുമാരി, നോർത്ത്, കനകപ്പുഴ, മന്ദിര സിറ്റി, കള്ളിമാലി, മുക്കുടിൽ, വട്ടപ്പാറ എന്നിവിടങ്ങളിലും പ്രയാണം നടത്തും. SNDP യോഗം കൗൺസിലർ KD രമേശൻ, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, രാജാക്കാട് ശാഖാ പ്രസിഡന്റ് VN തങ്കച്ചൻ, സെക്രട്ടറി VS ബിജു, സുബി ഭാസ്കർ, IB പ്രഭാകരൻ, സിന്ധു മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രതികൂല കാലാവസ്ഥയെയും മറ്റും അതിജീവിച്ച കർഷകരുടെ കഷ്ടപ്പാടിനൊടുവിൽ കാന്തല്ലൂരിൽ പഴവർഗ്ഗ കലവറ ഒരുങ്ങുന്നു. ആപ്പിളും ബ്ലാക്ക്ബെറിയും അടക്കമുള്ള പഴവൃക്ഷങ്ങൾ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വിളവെടുക്കുവാൻ സാധിക്കും. ആപ്പിളും ബ്ലാക്ക്ബെറിയും വിവിധയിനം പ്ലംസുകളും സബർജില്ലും സ്ട്രോബെറിയും ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും തുടങ്ങി നിരവധി ശീതകാല പഴവർഗ്ഗങ്ങൾ പാതി വിളയായി ഇപ്പോൾ ഇവിടെയുണ്ട്. കനത്ത മഴയിലും ആലിപ്പഴ വീഴ്ചയിലും പകുതിയിലേറെ പാതി വിളവായ പഴങ്ങൾ താഴെ വീണ് നശിച്ചിരുന്നു. അവശേഷിച്ചവയെ പരിചരിച്ച് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വിളവെടുക്കുവാൻ ഒരുക്കുന്ന തിരക്കിലാണ് കർഷകർ. ഇന്ത്യയിൽ ബ്ലാക്ക്ബെറി വിളയുന്ന അപൂർവം ചില മേഖലകളിലൊന്നാണ് കാന്തല്ലൂർ മലനിരകൾ. കേരളത്തിൽ ആപ്പിൾ വ്യാപകമായി വിളയുന്ന പ്രദേശമാണ് കാന്തല്ലൂർ. പഴവർഗ്ഗങ്ങളുടെ നിറക്കാഴ്ച ആസ്വദിക്കുവാനാണ് മലനിരകളിൽ സഞ്ചാരികൾ എത്തുന്നത്. നിരവധി ഫാമുകളിൽ സഞ്ചാരികൾക്ക് കാണുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കാന്തല്ലൂർ പഞ്ചായത്തിലെ പെരുമല, പുത്തൂര്, ഗുഹനാഥപുരം, കൊളുത്താമല തുടങ്ങിയ മേഖലകളിൽ കേരളത്തിലെ ഏക ശീതകാല പഴവർഗ്ഗങ്ങൾ വിളയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ആപ്പിൾ വിളയുന്ന ഏക പ്രദേശം, ഇന്ത്യയിൽ ബ്ലാക്ക്ബെറി വിളയുന്ന ഏക പ്രദേശം, ഇന്ത്യയിൽ നെക്ടറിൻ പഴം, പീച്ചസ് വാത്തിപ്പെടുന്ന നെക്ടറിൻ പഴം വിളയുന്ന ഏക പ്രദേശം ഒക്കെ കൊണ്ട് പ്രാധാന്യമേറിയതാണ് കാന്തല്ലൂർ മലനിരകൾ. ഇവിടുത്തെ കാലാവസ്ഥ ഈ പഴവർഗ്ഗ കൃഷികളെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ സഞ്ചാരികൾക്ക് കൗതുകകരമായ കാഴ്ചയായിട്ട് ഇത് മാറുകയാണ്. വരുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസമാകുമ്പോഴത്തേക്കും ഈ പഴവർഗ്ഗങ്ങളൊക്കെ പൂർണ്ണമായ വിളവെടുപ്പിന് സജ്ജമാക്കും. അപ്പോഴത്തേക്കും നല്ല ഒരു സഞ്ചാരികളുടെ ഒഴുക്ക് എല്ലാ വർഷത്തെയും പോലെ ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഈ പഴവർഗ്ഗ കർഷകർ ഇവിടെ കഴിയുന്നത്. ഇവിടെ പല ഫാമുകളിലും സഞ്ചാരികൾക്ക് സൗജന്യമായിട്ടും ചെറിയ ഫീസ് ഈടാക്കിയും സന്ദർശനത്തിന് അനുവാദം നൽകാറുണ്ട്. ഇവിടെ പഴവർഗ്ഗ കൃഷിത്തോട്ടങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പഴം പറിച്ചു നൽകി നല്ല തരത്തിലുള്ള വില ലഭിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കർഷകർ ഇപ്പോൾ കൂടുതലും പഴവർഗ്ഗ കൃഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫാമുകളിൽ എത്തുന്നവർക്ക് പഴവർഗ്ഗങ്ങൾ ചെടികളിൽ നിന്ന് നേരിട്ട് പറിച്ചു നൽകുന്നു. ഇതിലൂടെ ന്യായവില കർഷകന് ലഭിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വർഗീയത അടിച്ചേൽപ്പിക്കുന്ന സംഘപരിവാർ നിലപാടുകൾക്കെതിരെയും കേരളത്തിലെ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചും CPMന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. CPM സംസ്ഥാന സമിതി അംഗം CV വർഗീസാണ് ജാഥ ക്യാപ്റ്റൻ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായി, ഏരിയ കമ്മിറ്റി അംഗം KK ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആലോചനയുടെയും നിലപാടുകളുടെയും സമീപനം സ്വീകരിക്കാൻ ഇന്ത്യൻ ജനത വളരെ ഗൗരവപൂർവമായ തയ്യാറെടുപ്പ് നടത്തണം എന്നാണ് ഞങ്ങൾ ഈ യാതൊരു വിജയിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയാണ് അധികാരത്തിൽ. ആ അധികാരത്തിൽ വന്ന് ഏതെങ്കിലും ഒരു വാഗ്ദാനം നടപ്പാക്കി എന്ന് പറയാൻ കഴിയില്ല. കാർഷിക മേഖല പൂർണ്ണമായി തകരുകയാണ്. ആ കാർഷിക മേഖല തകർന്നു എന്ന് കേവലമായ പറഞ്ഞു വീഴാൻ കഴിയുന്ന കാര്യമില്ല. തമിഴ്നാട്ടിലെ കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില കിട്ടണം എന്ന് പറഞ്ഞ് നഗ്നരായി പ്രക്ഷോഭ സമരങ്ങളിലേക്ക് വരികയാണ്. തലയോട്ടിയാണ് അവർ സമരത്തിന് സിമ്പലായി ഉയർത്തിപ്പിടിച്ചത്, കൊടിയല്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത കൃഷിക്കാരൻ്റെ തലയൂട്ടിയെടുത്ത് നഗ്നരായ കൃഷിക്കാരൻ തമിഴ്നാടിൻ്റെ മുമ്പിൽ പ്രക്ഷോഭത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയാകെ ആളിപ്പടരാൻ പോകുന്ന പ്രതിഷേധത്തിൻ്റെ, സമരത്തിൻ്റെ
സൂചനയായി വേണം നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്തെ BJPയെ സംബന്ധിച്ച് ഇതൊന്നും അവരുടെ മുമ്പിലേക്ക് ബാധകമായി കാണുന്നതുമില്ല. അവരെന്താ നിലപാട് സ്വീകരിക്കുന്നത്? മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് 40% കൃഷിക്കാർ ഉപജീവനം നടത്തുന്ന കാലി വളർത്തൽ, ആ കാലി വളർത്തൽ അനുവദിക്കാത്ത ഭരണാധികാരികൾ രാജ്യം ഭരിക്കുക. വാഹനാപകടത്തിൽ മരണമടഞ്ഞ പണിക്കൻകുടി ഞാറക്കുളം ജിജോയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വസതിയിലും പണിക്കൻകുടി പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റ പിതാവ് NV ബേബിയും മാതാവ് ആൻസിയും കോതമംഗലത്ത് ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയായിരുന്നു. കരുമണ്ണൂരിൽ പ്രവർത്തിക്കുന്ന കൈരളി സാംസ്കാരിക വേദിയുടെയും വനിതാ ലൈബ്രറിയുടെയും ആസ്ഥാന മന്ദിരം ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് കരുമണ്ണൂർ ടൌണിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സദസ് അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്നാട് നാരായണൻ അധ്യക്ഷനായി. സാംസ്കാരിക വേദി സെക്രട്ടറി PK ശിവദാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേസിൽ ജോൺ, കർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ N സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. കൈരളി സാംസ്കാരിക വേദിക്ക് കെട്ടിടം സമർപ്പിച്ച പ്രൊഫസർ എലിസബത്ത് ജോസ്, സ്വന്തമായി വിമാനം നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ച സജി തട്ടക്കുഴ, 10ാമത് ഏഷ്യൻ ജൂഡോ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഹരിപ്രസാദ്, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. KJ തോമസ് സ്വാഗതവും AS ഇന്ദിര നന്ദിയും പറഞ്ഞു. തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ട്രാഫിക് പോലീസിന്റെ സേവനമില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. സിഗ്നൽ തെറ്റിച്ച് തെറ്റായ ദിശയിൽ ചില വാഹനങ്ങൾ കടന്നുവരുന്നതാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. സിഗ്നലിനെ അവഗണിച്ച് കടന്നുവരുന്ന വാഹനങ്ങളുടെ പേരിൽ കേസെടുക്കാത്തത് മൂലം അശ്രദ്ധമായ ഡ്രൈവിംഗ് ഇവിടെ കൂടി വരികയാണ്. പോലീസിനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബിസിനസ് വാർത്തകൾ. തൊടുപുഴ റോയൽ ബജാജ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് മേള ആരംഭിച്ചു. ഇതോടൊപ്പം വായ്പാ മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏത് 2 വീലറുകളും എക്സ്ചേഞ്ച് ചെയ്ത് പുതിയവ വാങ്ങുന്നതിന് പ്രത്യേക എക്സ്ചേഞ്ച് കൌണ്ടറും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങൾക്കുമൊപ്പം ഹെൽമറ്റും സ്റ്റാൻഡേർഡ് ആക്സസറീസും ലഭ്യമാണ്. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കര അച്ഛന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ഒത്തിരി പേരെ മാന്യന്മാരെന്ന് വിളിക്കാറുണ്ട്. പലരെയും നമ്മൾ കുഴപ്പക്കാരെന്നും വിളിക്കാറുണ്ട്. മാന്യതയെക്കുറിച്ച് ആനോൻ പറഞ്ഞു വെച്ച ഒരു ചിന്തയുണ്ട്. അരോചകപ്പെടുത്താതെ ഭിന്നാഭിപ്രായം പറയാൻ കഴിവുള്ളവനാണ് മാന്യൻ.
നമ്മിൽ ഒത്തിരി പേർക്കും ഒരുപക്ഷെ ഒരാൾ പറയുന്ന അഭിപ്രായത്തോട് എതിരഭിപ്രായം കാണും. പക്ഷേ അഭിപ്രായം പറഞ്ഞ ആളെ മുറിവേൽപ്പിക്കാതെ, ആക്ഷേപിക്കാതെ, വേദനിപ്പിക്കാതെ തൻ്റെ എതിരഭിപ്രായം വളരെ ശാന്തമായി വ്യക്തതയോടെ പറയാൻ കഴിയുന്നതാണ് മാന്യത. കുടുംബജീവിതത്തിലാകട്ടെ, ഒരു പ്രസ്ഥാനത്തിലാകട്ടെ, ഒരു ഓഫീസിലാകട്ടെ, എവിടെയും എതിരഭിപ്രായമുണ്ടെങ്കിൽ ആക്രോശിക്കുക, അട്ടഹസിക്കുക, അഭിപ്രായം പറഞ്ഞ് ആളെ താറടിക്കുക, നാണം കെടുത്തുക, അയാളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് നിശബ്ദനാക്കുക, ഒച്ചയെടുത്ത് തൻ്റെ ശബ്ദത്തിൻ്റെ ആധിക്യം കൊണ്ട് മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കുക, ഇതൊന്നുമല്ലെങ്കിൽ ആക്ഷേപങ്ങളുടെ ശരവർഷം തന്നെ തീർക്കുക. എന്നിട്ട് എതിരഭിപ്രായം വ്യക്തമായി പറയാതെ ഒഴിഞ്ഞു മാറുക. ഇതൊക്കെയാണ് ഈ നാളുകളിൽ പലപ്പോഴും നടക്കുന്നത്. വിവേകവും മാന്യതയുമുള്ളവർ അങ്ങനെയാകില്ല പെരുമാറുക. എവിടെ വെച്ചും കേൾക്കുന്ന അഭിപ്രായങ്ങൾക്ക് തൻ്റെ അഭിപ്രായം എതിരാണെങ്കിൽ സാവധാനം, ഭവ്യതയോടെ, അല്പം കാത്തിരുന്ന് ശാന്തമായി അഭിപ്രായം പറഞ്ഞയാളെ മുറിവേൽപ്പിക്കാതെ തൻ്റെ എതിരഭിപ്രായം പറഞ്ഞ് വയ്ക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയാണ് പ്രിയരെ മാന്യത. വീട്ടിലും നാട്ടിലും നമുക്ക് മാന്യതയുണ്ടാകുന്നതും നാം മാന്യരാകുന്നതും അങ്ങനെയാണ്. അനൻ പറഞ്ഞ ഈ ചിന്ത നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം. ചരമവാർത്തകൾ. അഞ്ചേരി ഓലിക്കൽ പരേതനായ ജോസഫിന്റെ ഭാര്യ മറിയക്കുട്ടി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തൊടുപുഴ മടിപാറയിൽ കുടുംബാംഗമാണ്. മക്കൾ മേരി, ലീല, ജോയി, ആലിസ്, സിസിലി, സിസ്റ്റർ ജെറിൻ CMC. മരുമക്കൾ പരേതനായ മാണി ആട്ടുപാട്ട്, ആന്റണി തട്ടുപറമ്പിൽ, ഗ്രേസി കിഴക്കേടത്ത്, ജോസഫ് നിരപ്പത്ത്, റോയ് മാറാട്ടിൽ. കരിമണ്ണൂരിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകൻ കുന്നപ്പിള്ളിൽ കുഞ്ഞേട്ടൻ എന്ന് വിളിക്കുന്ന KO ജോസഫ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തിട്ട് 65 വർഷം പിന്നിട്ടു. മുതലക്കുടം വടക്കയിൽ കുട്ടിക്ക നിര്യാതനായി. 76 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. ഭാര്യ നദീറ, എറണാകുളം അലിങ്കപ്പറമ്പ് കുടുംബാംഗം. മക്കൾ അൻസാർ, അൻവർ. മരുമക്കൾ സജിത ആയുപൊരിക്കൽ, ഡോക്ടർ സബീന. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2680 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 129 രൂപ. RSS 5 കിലോഗ്രാമിന് 126 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നേതൃത്വം നൽകുന്ന യൂത്ത് മാർച്ചിന് തൊടുപുഴയിൽ സ്വീകരണം നൽകി. വർഗീയത അടിച്ചേൽപ്പിക്കുന്ന സംഘപരിവാർ നിലപാടുകൾക്കെതിരെയും കേരളത്തിലെ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചും CPMന്റെ നേതൃത്വത്തിൽ നടന്ന ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ ടാറിംഗ് മെറ്റീരിയൽസ് ഇറക്കുന്നതിന്റെ പേരിലും കൂലിത്തർക്കം. തൊഴിലാളികൾ അമിത കൂലി ചോദിച്ചപ്പോൾ അധികൃതർ പ്രശ്നപരിഹാരം കാണാതെ സ്ഥലം വിട്ടതായും ആക്ഷേപം. SNDP യോഗം മേഖലാ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച തൊടുപുഴയിൽ കരിയർ പ്ലാനിംഗ് ആൻഡ് കൗൺസിലിംഗ് സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.